എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 2 എപ്പിസോഡ് നമ്പർ 3. രാവിലെ തന്നെ ബിഗ് ബോസ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം പാട്ടിടുന്നു. പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പതിവ് പോലെ തന്നെ അനീഷ് തുടങ്ങിയിട്ടുണ്ട്. അനീഷിന്റെ ഇന്നത്തെ പ്രശ്നം മലയാള ഭാഷയാണ്. ആ വീട്ടിലുള്ളവരെല്ലാവരും മലയാള ഭാഷയെ അവഹേളിക്കുന്നു എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ എല്ലാവരും അനീഷിൻ്റെ അടുത്ത് വന്ന് ഗുഡ് മോർണിംഗ് പറയുന്നു. അനീഷിന് ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റൂല. അനീഷ് സുപ്രഭാതം എന്നേ പറയുള്ളൂ. അത് ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞ ഉടനെ തിരിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല. എല്ലാവരും വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അനീഷ് വന്നിട്ട് സുപ്രഭാതം പറയുന്നത്. അങ്ങനെ അതിനെ ചൊല്ലിയിട്ട് ഒരു സംസാരമായി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കിനും അനീഷ് എന്താക്കി, ഇവർ മലയാളം ഭാഷയെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളതാക്കി. അങ്ങനെ ആ വിഷയത്തിലേക്ക് അക്ബറും ശരത്തും ഇടപെടുന്നു. പിന്നെ ഒച്ചയായി ബഹളായി. പതിവ് പോലെ തന്നെ അനീഷ് സൈലൻ്റായി, ബാക്കിയുള്ളവരൊക്കെ ഒച്ചെടുക്കാനും തുടങ്ങി. അതിനുശേഷം ഷാനവാസ് ഒരു അതിഭീകര കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അത് അവസാനം അനുവിന്റെ കരച്ചിലേക്ക് എത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ശരത്തിന് കഴുത്തുവേദന. അപ്പം അത് അനുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അനു പറഞ്ഞു, കഴുത്തുവേദനയ്ക്കൊന്നും ഡോക്ടറിനെ കാണേണ്ട ആവശ്യമില്ല, അത് ആവി പിടിച്ചാലൊക്കെ അങ്ങ് മാറിക്കോളുമെന്ന്. അപ്പോൾ ഈ ഷാനവാസ് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഈ കഴുത്ത് വേദനയ്ക്ക് മരുന്നൊക്കെ കുറിച്ച് തരുന്നുവെന്ന്. അപ്പോൾ അനു പറയുന്നുണ്ട്, അതിപ്പോൾ ഡോക്ടർമാർക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറിച്ച് തരുന്നതാണെന്ന്. അത് ഷാനവാസ് എങ്ങനെയാക്കി? അനു പറഞ്ഞു, ഡോക്ടർമാർ കാശിന് വേണ്ടിയിട്ടാണ് മരുന്ന് എഴുതി തരുന്നത് എന്ന് അനു പറഞ്ഞു എന്നുള്ളതാക്കി ഷാനവാസ്. എന്നിട്ട് അത് അവിടെയുള്ള എല്ലാവരോടും പറയാൻ തുടങ്ങി. അനു ഡോക്ടർമാരെ എല്ലാവരെയും അവഹേളിച്ചാണ് സംസാരിച്ചത്. ഡോക്ടർമാരെല്ലാം കാശ് വാങ്ങിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ടാണ് മരുന്ന് എഴുതി കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വിഷയത്തിലേക്ക് അക്ബറും ബിന്നിയും ഇടപെടുന്നു. അവർ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഈ വിഷയം എടുക്കുന്നത്. കാരണം ഷാനവാസ് ഉറച്ചു പറയുകയാണ് അനു അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ബിന്നി പറയുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. അക്ബറും പറയുന്നു, അനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്, അങ്ങനെ പറയാൻ പാടില്ല, എല്ലാവരെയും അവഹേളിക്കാൻ പാടില്ല, ഡോക്ടർമാരെ അത്തരത്തിൽ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവസാനം അനു പോയിട്ട് കരഞ്ഞു. അനു കരഞ്ഞ സംഗതി ആകെ പ്രശ്നമായ സമയത്ത് ഇവരെല്ലാവരും കൂടെ ശരത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, അനു ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ശരത്ത് വന്ന് പറഞ്ഞു, അനു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അപ്പോൾ ഈ പറഞ്ഞവരെല്ലാവരും കൂടി ഷാനവാസിൻ്റെ നേരെ തിരിഞ്ഞു. ഷാനവാസ് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി വെറുതെ കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ളത് വന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് പൊക്കിക്കൊണ്ടുവന്ന കണ്ടന്റ് ഷാനവാസിൻ്റെ തലയിൽ തന്നെ വീണു. അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റിയാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇവർ ഈ രാവിലെ തൊട്ട് ഈ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഓരോരോ കണ്ടന്റ് ഓരോരുത്തരുണ്ടായിക്കൊണ്ട് വരിക എന്നുള്ളത്. അപ്പോൾ ബിഗ് ബോസ് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഓഡീഷന് വന്നിരുന്ന സമയത്ത് പലരും ചോദിച്ച കാര്യമാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത്. നിങ്ങളുടെ രാവിലെ മുതലുള്ള പ്രവൃത്തി കാണുമ്പം എനിക്കും അതിലൊരു സംശയം തോന്നാതില്ല, ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്കും തോന്നിപ്പോയി എന്നുള്ളത്. അപ്പോൾ രാവിലെ മുതൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇവർ ഈ അനീഷിൻ്റെ വിഷയമാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ശരത്ത് അനീഷായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ ശരത്ത് ഇങ്ങനെ ബിന്നി വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നു. ശരത്ത് തിരിച്ചു പറയുന്നില്ല. തിരിച്ചു പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അനീഷ് നടക്കുന്നത് പോലെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും അനീഷ് ഇതിൽ കയറി ഇടപെട്ടു. ഞാനിങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്, എന്നെ ഇങ്ങനെ ഓവറാക്കിയിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഞാനിങ്ങനെ കൈയും കാലും പൊക്കിയിട്ടൊന്നും നടക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിന്നെ അതിനെ ചൊല്ലിയിട്ടുള്ളൊരു ഒച്ചയും ബഹളമൊക്കെ ആയി. പിന്നീടാണ് ആദ്യത്തെ പണിപ്പുര ടാസ്ക് വരുന്നത്. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ പണിപ്പുര ടാസ്ക് വരുന്നത്. ഓരോ തവണയും പണിപ്പുരയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റിയാണ്. തവണ നോമിനേഷനിൽ ഉൾപ്പെടാത്ത 2 പേർക്കാണ് പണിപ്പുരയിൽ കയറാൻ പറ്റുക. ആ 2 പേരെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് സെലക്ട് ചെയ്യുക. അങ്ങനെ അവർ അക്ബറിനെയും ആദിലേനെയും നൂറേനെയും തിരഞ്ഞെടുത്തു. കാരണം ആദിലേൻ്റെയും നൂറേൻ്റെയും കയ്യിൽ ഓൾറെഡി മറ്റേ ബാൻഡ് ഉള്ളത് കൊണ്ട് അവരുടെ സാധനങ്ങൾ അവർക്ക് തന്നെ കിട്ടുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ആദിലേയും നൂറയും ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും 2 പേരുണ്ട്. അപ്പോൾ മാക്സിമം സാധനങ്ങൾ എടുക്കാം. അങ്ങനെയൊക്കെ തീരുമാനിച്ച് ഈ 3 പേരെയും കൂടെ പണിപ്പുരയിലേക്ക് വിടുകയാണ്. ഈ പണിപ്പുരയിൽ പോകുന്നതിന് കുറേ നിയമങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ബൗളിലായിട്ട് കുറച്ച് കാർഡുകളുണ്ട്. ആ കാർഡിൽ സമയം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേരും ചേർന്നിട്ടൊരു കാർഡ് സെലക്ട് ചെയ്യണം. അങ്ങനെ ഇവർ സെലക്ട് ചെയ്ത കാർഡിൽ 16 സെക്കൻഡും 575 പോയിൻറ്റ്സുമാണ് ഉള്ളത്. അപ്പോൾ ഈ 16 സെക്കൻഡിൻ്റെ ഉള്ളിലും 575 പോയിൻറ്റ്സിലും അടങ്ങുന്ന സാധനങ്ങൾ വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 16 സെക്കൻഡിൽ കൂടുതലായാൽ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു വെക്കേണ്ടി വരും. 575 പോയിൻറ്റ്സിൽ കൂടുതലാണെങ്കിലും
കൂടുതലായിട്ട് എടുത്ത സാധനങ്ങൾ തിരിച്ചു വയ്ക്കേണ്ടി വരും. അങ്ങനെ ഈ 3 പേരും കൂടെ പണിപ്പുരയിലേക്ക് പോകുന്നു. മാക്സിമം സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് ഡിലേ വരുന്നു. എല്ലാവരെയും വിളിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തിയതിന് ശേഷം ബിഗ് ബോസ് ആ സന്തോഷ വാർത്ത പറയുന്നു, 16 സെക്കൻഡിൽ കൂടുതൽ സമയം നിങ്ങൾ എടുത്തതുകൊണ്ട് എടുത്ത സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ തിരിച്ചു വയ്ക്കാൻ. ശരിക്കും 3 പേര് പോയ സമയത്ത് ഒരാൾ കറക്റ്റായിട്ട് ടൈമർ നോക്കിയാൽ മതിയായിരുന്നു. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് കുറച്ച് കിട്ടുന്ന അത്രയും സാധനങ്ങൾ എടുത്തു പോരായിരുന്നു. ഇതിപ്പം ഒട്ടും ഒരു സാധനം പോലും കിട്ടാത്ത അവസ്ഥയായി. ഇതിനിടയ്ക്ക് ജിസേലിനെ പ്രാങ്ക് ചെയ്യാനായിട്ട് ശരത്തും അഭിലാഷും അക്ബറും ആര്യനും ഒക്കെ കൂടെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശരത്ത് പോയിട്ട് ജിസേൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഇവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നൊന്നുമല്ല, ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാറില്ല, ഞങ്ങൾക്ക് വരുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ജിസേലിനെ വെറുതെ ചൊറിയുന്നുണ്ട്. അപ്പോൾ ജിസേൽ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളെപ്പോലെ അനീഷിൻ്റെ പുറകെ നിങ്ങൾ 5 പേരും കൂടെ അനീഷിൻ്റെ പുറകെ നടക്കുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണോ? ഒച്ചമ്പവളം എടുക്കുന്നതല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നത്, എനിക്ക് അഭിപ്രായം പറയേണ്ട സമയത്ത് ഞാൻ പറയുന്നുണ്ട് എന്നൊക്കെ ജിസേലും പറയുന്നുണ്ട് തിരിച്ച് നല്ലതുപോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ജിസേൽ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആയതുപോലെ തോന്നുന്നുണ്ട്. ഈ ഷാനവാസ് ജിസേലിന്റെ വസ്ത്രധാരണത്തിൽ നിന്നൊന്നും കൈവിട്ടിട്ടില്ല കേട്ടോ. ഇന്നും പോയിട്ട് ജിസേലിനെ നേരിട്ട് ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഇത് മലയാളി ഓഡിയൻസ് കാണുന്ന പ്രോഗ്രാമാണ്, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ വസ്ത്രധാരണം കുറച്ചൊക്കെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമൊക്കെ തന്നെയാണ് എന്നും പുള്ളി പറയുന്നുണ്ട്. അതിനുശേഷം ഇന്നത്തെ 2ാമത്തെ പണി കൊടുക്കുന്നു ബിഗ് ബോസ്. അടുത്ത ടാസ്ക് പുകഞ്ഞ കൊള്ളി പുറത്ത്. RJ ബിൻസിയാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. അപ്പം അതിൽ പറയുന്നുണ്ട്, ഇത് കഠിനമായിട്ടുള്ളൊരു സീസണാണ്, മറ്റ് സീസണുകളെ പോലെയല്ല. അപ്പോൾ ഈ സീസണിൽ വരുന്ന ടാസ്കുകളും അത്രയും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടാസ്ക്കാണ് പുകഞ്ഞ കൊള്ളി പുറത്ത്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ കഴിയാൻ യോഗ്യതയില്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്ന 4 പേരെ സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്യുന്ന 4 പേര് ലൈറ്റ് ഓഫ് ആക്കുന്നത് മുതൽ രാവിലെ വേക്കപ്പ് വരെ പുറത്ത് ഗാർഡനിൽ കഴിയുക. ഒരു കട്ടിലുണ്ടാവും. ഈ 4 പേർക്കും കൂടെ ഈ ഒരു കട്ടിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഉറങ്ങാൻ പാടില്ല. അഥവാ ഈ 4 പേരിൽ ആരെങ്കിലും ഉറങ്ങിയാൽ ഈ ഉറങ്ങുന്ന ആളിനെ എടുത്ത് ഗാർഡൻ ഏരിയയിൽ ഒരു റെഡ് സോൺ വെച്ചിട്ടുണ്ട്. ആ റെഡ് സോണിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇയാൾ എവിക്റ്റ് ആവും. മാത്രമല്ല ഈ 4 പേർക്കും പരസ്പരം സഹായിക്കുകയും ചെയ്യാം, ഒറ്റുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ 4 പേരിൽ ആരെങ്കിലും ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അയാളെ ഉറങ്ങാൻ അനുവദിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ വിളിച്ച് കാണിച്ചു കൊടുക്കാം ഇയാൾ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ വീട്ടുകാരെങ്കിലും ഇയാളെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇയാളെ വിളിച്ച് ഉണർത്തുകയും ചെയ്യാം. അങ്ങനെ ഇയാളെ സേഫ് ആക്കാം. രാത്രി 11:30 കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടാസ്ക് തുടങ്ങുന്നത്. ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് ബിഗ് ബോസ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സമയം ഒരാൾക്ക് മാത്രമേ ആ കട്ടിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. കട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലിരിക്കാനൊന്നും പാടില്ല, കിടക്കുക തന്നെ വേണം. അതേപോലെ തന്നെ ബാക്കിയുള്ളവരാരും ആ കട്ടിലിന്റെ വേറെ ഒരു ഭാഗത്തും ചെന്ന് ഇരിക്കാനൊന്നും പാടില്ല. എന്നാൽ കട്ടിലിൽ നിന്നിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി ഇരിക്കാനും പാടില്ല. കട്ടിലിനടുത്ത് തന്നെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഇരുന്നോണം. ഈ ബാക്കി 3 പേരിൽ ആരുറങ്ങിയാലും എപ്പോൾ ഉറങ്ങിയാലും എങ്ങനെ ഉറങ്ങിയാലും, അതിപ്പോൾ ഇരുന്നുറങ്ങിയാലും നിന്നുറങ്ങിയാലും എവിടെയെങ്കിലും കിടന്നുറങ്ങിയാലും ഇവരെയും അറിയാതെ എടുത്തുകൊണ്ട് പോയ റെഡ് സോണിൽ വെച്ച് കഴിഞ്ഞാൽ അവരും ഔട്ടാവും. എന്ന് പറഞ്ഞാൽ എവിക്റ്റ് ആവും, ബിഗ് ബോസ് നിന്ന് പുറത്താവും. അങ്ങനെ എല്ലാവരും കൂടി ഈ 4 പേരെ സെലക്ട് ചെയ്യുകയാണ്. ഇത് ഏകദേശം ഒരു ഓപ്പൺ നോമിനേഷൻ പോലെ തന്നെയാണ്. ഓരോരുത്തരും വന്ന് 4 പേരുടെ പേര് പറയുന്നു. അതിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരെയാണ് ഈ ടാസ്കിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി സെലക്ട് ചെയ്തിട്ടുള്ളത് 10 വോട്ടുകളുമായിട്ട് ഷാനവാസ്, 9 വോട്ടുകളുമായിട്ട് ശൈത്യ, 8 വോട്ടുകളുമായിട്ട് ജിസേല്, റെനയും ബിൻസിക്കും 7 വോട്ടുകൾ വീതമുണ്ട്. അപ്പോൾ അവർ ഈക്വൽ ആയതുകൊണ്ട് വീണ്ടും അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ബിൻസിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 4 പേര് ഷാനവാസ്, ശൈത്യ, ജിസേൽ, ബിൻസി. അങ്ങനെ ടാസ്ക് തുടങ്ങുന്നു. വെളുപ്പിനെ വരെയൊക്കെ എല്ലാവരും ഉറങ്ങാതെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ജിസേല് 3-3:30 വരെയൊക്കെ ഉറങ്ങാതെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് ശരത്ത് വന്നിട്ടിങ്ങനെ, ശരത്ത് ഒറ്റയ്ക്ക് വരികയാണ്, കയ്യിലൊരു ഗ്ലാസ്സൊക്കെ പിടിച്ചിട്ട് ഷാനവാസിനെ ഇങ്ങനെ എടുക്കാൻ പോകുന്നത് പോലെ, ഷാനവാസ് ഉറങ്ങാണ്, ഷാനവാസിനെ എടുക്കാൻ പോകുന്നത് പോലെ ഇങ്ങനെ പോകുമ്പോൾ ജിസേല് പെട്ടെന്ന് വന്നിട്ട് ഷാനവാസിനെ ഉണർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഷാനവാസ് മാത്രമാണ് അങ്ങനെ ഉറങ്ങുന്നത് കണ്ടത്. പിന്നെ കാണിച്ചിട്ടുള്ളത് ഈ ആദിലേൻ്റെയും നൂറേൻ്റെ ഒരു കോൺവെർസേഷനാണ്. അപ്പം നൂറ ആദിലേൻ്റെ അടുത്ത് പറയുകയാണ്, ആദില പുറത്തുള്ളതുപോലെയല്ല, ഇവിടെ കുറച്ച് സ്ലീപ്പി ആയിട്ട് തോന്നുന്നു, ഇവിടെ അങ്ങനെ കോമഡിയൊന്നും പറയാതെ ഇരിക്കുന്നത് പോലെ തോന്നുന്നു എന്നുള്ളത്. ഏതായാലും ഈ ടാസ്കിലൂടെ ഈ ഓപ്പൺ നോമിനേഷൻ കൊടുത്തതോടുകൂടി തന്നെ
റിയൽ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ കിട്ടാനുള്ള സാധ്യതകൾ തുറന്നിട്ടുണ്ട്. അത് എത്ര പേര് കറക്റ്റായിട്ട് ഉപയോഗിക്കും എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും അക്ബറും ശരത്തും അഭിലാഷും ആര്യനും ഒക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാം.